കേരളത്തിൽ കാലാവസ്ഥയുടെ ഭാവം ഇപ്പോൾ പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. ഇപ്പോൾ മുന്നിൽ വരുന്ന ചിത്രം സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ആളുകളുടെ ആശങ്കയെ പെട്ടെന്ന് പല മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. തുടർച്ചയായി സജീവമായിക്കൊണ്ടിരിക്കുന്ന മൺസൂൺ സിസ്റ്റം ഇപ്പോൾ അത്തരമൊരു ഗതി സ്വീകരിച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന കുറച്ചു മണിക്കൂറുകൾ മുതൽ അടുത്ത 2-3 ദിവസങ്ങൾ വരെ പല ജില്ലകളിലും ആകാശം തുടർച്ചയായി മഴ പെയ്യിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നുവെന്ന് തോന്നും. പുതിയ അപ്ഡേറ്റ് പ്രകാരം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത കുറച്ചു മണിക്കൂറുകളിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പലയിടങ്ങളിലും ഇടത്തരം മുതൽ ശക്തമായ മഴ വരെ കാണാൻ സാധിക്കുമെന്നും ഇതിനോടൊപ്പം കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ എത്തിയേക്കാമെന്നുമാണ്. അതേസമയം ബാക്കി ജില്ലകളിൽ നേരിയ മഴയോടൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഏറ്റവും വലിയ കാര്യം, കാലാവസ്ഥാ വകുപ്പ് തുടർച്ചയായി പറയുന്നു, ഇത് തുടക്കം മാത്രമാണ്, യഥാർത്ഥ പ്രഭാവം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. നിങ്ങൾ കേരളവുമായോ ദക്ഷിണേന്ത്യയുമായോ ബന്ധപ്പെട്ടവരാണെങ്കിൽ ഈ അപ്ഡേറ്റ് അവസാനം വരെ തീർച്ചയായും കാണുക. കാരണം ഇനി വരുന്ന വിവരങ്ങൾ നിങ്ങളുടെ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. കാലാവസ്ഥയുടെ ഇത്തരം വലിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് തുടർച്ചയായി ആദ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം കാലാവസ്ഥയുടെ അടുത്ത നീക്കം ഏത് നിമിഷവും പുതിയ അപകടം കൊണ്ടുവന്നേക്കാം. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആശങ്ക കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ സംബന്ധിച്ച് വർദ്ധിച്ചിരിക്കുകയാണ്. അവിടെ അതിശക്തമായ മഴയുടെ സാഹചര്യം കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ നേരിട്ടുള്ള അർത്ഥം ചില പ്രദേശങ്ങളിൽ 24 മണിക്കൂറിനുള്ളിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ വളരെ ശക്തമായ മഴ രേഖപ്പെടുത്തിയേക്കാമെന്നാണ്. ഇതുകൂടാതെ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതായത് സാഹചര്യങ്ങൾ സാധാരണ നിലയിലല്ല. ചിന്തിക്കൂ, ഇത്രയധികം അളവിൽ വെള്ളം തുടർച്ചയായി വീണുകൊണ്ടിരുന്നാൽ താഴ്ന്ന പ്രദേശങ്ങൾ, റോഡുകൾ, നദീതീരങ്ങൾ എന്നിവയുടെ അവസ്ഥ എത്ര വേഗത്തിൽ മാറിയേക്കാം. അതുകൊണ്ടാണ് ഭരണകൂടം തുടർച്ചയായി ജാഗ്രത പാലിക്കാൻ അഭ്യർത്ഥിക്കുന്നത്. അറബിക്കടലിനും വടക്കൻ തെലങ്കാനയ്ക്കും മുകളിലായി രൂപപ്പെട്ട ഇരട്ട ചക്രവാത ചുഴി മുഴുവൻ സിസ്റ്റത്തെയും അതിശക്തമാക്കിയെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളം, മാഹി, ലക്ഷദ്വീപ് മേഖലകളിൽ അടുത്ത കുറേ മണിക്കൂറുകളോളം ഇടിമിന്നലോടുകൂടിയ വ്യാപകമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നത്. മഴയോടൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും പലയിടങ്ങളിലും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റും വീശിയേക്കാം. ഇതിന്റെ പ്രഭാവം മരങ്ങൾ, വൈദ്യുതി തൂണുകൾ, തുറന്ന സ്ഥലങ്ങൾ എന്നിവയിൽ വ്യക്തമായി കാണാൻ സാധിക്കും. പലയിടങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടേക്കാമെന്ന് വിദഗ്ധർ പറയുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് കേൾക്കുന്നതെങ്കിൽ കാലാവസ്ഥയെക്കുറിച്ചുള്ള എല്ലാ പ്രധാന വിവരങ്ങളും നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം വരാനിരിക്കുന്ന മണിക്കൂറുകൾ അതീവ നിർണായകമാണെന്ന് തെളിഞ്ഞേക്കാം. സംസ്ഥാന ദുരന്ത നിവാരണ ഏജൻസികൾ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും യാതൊരു കാരണവശാലും മരങ്ങൾക്ക് താഴെ നിൽക്കരുതെന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നും മേൽക്കൂരകൾ, ബലമില്ലാത്ത വീടുകൾ, പഴയ മരങ്ങളുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ തുറന്ന ബിൽബോർഡുകളും വൈദ്യുതി തൂണുകളുമുള്ള ഇടങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ്. കാറ്റ് അത്രത്തോളം ശക്തമായേക്കാം, വലിയ മരങ്ങൾ പോലും വേരോടെ ഇളകാൻ സാധ്യതയുണ്ട്. ടിൻ, ഷീറ്റ് അല്ലെങ്കിൽ താൽക്കാലിക നിർമ്മിതികളുള്ള വീടുകളിൽ താമസിക്കുന്നവരോട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ തയ്യാറെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സങ്കൽപ്പിക്കൂ, അർദ്ധരാത്രിയിൽ ശക്തമായ കാറ്റിനൊപ്പം മിന്നലും കനത്ത മഴയും ഒരേ സമയം ആരംഭിച്ചാൽ സാഹചര്യം എത്ര ഭയാനകമായിരിക്കും. അതുകൊണ്ടാണ് ഭരണകൂടം ഇതിനെ സാധാരണ മഴയായി കണക്കാക്കാത്തത്. ഇനി അടുത്ത ഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വരും സമയങ്ങളിൽ അലർട്ടുകൾ ഇനിയും മാറിയേക്കാം. നിലവിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു. എന്നാൽ ഭാവിയിൽ സാഹചര്യം കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിച്ചേക്കാം. അടുത്ത 2 ദിവസത്തേക്ക് പല ജില്ലകളിലും മഴയുടെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് സൂചന നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ തുടർച്ചയായി ഇടിമിന്നലോടുകൂടിയ മഴയുടെ സാഹചര്യം നിലനിൽക്കും. പലയിടങ്ങളിലും പെട്ടെന്നുള്ള വെള്ളക്കെട്ട്, റോഡുകളിൽ വെള്ളം കയറൽ, കാഴ്ചവിധി കുറയൽ തുടങ്ങിയ സാഹചര്യങ്ങളുണ്ടായേക്കാം. ഇതാണ് കേരളമൊട്ടാകെയുള്ള ആശങ്ക വർദ്ധിപ്പിച്ച അപ്ഡേറ്റ്.
എന്നാൽ നിൽക്കൂ, ഏറ്റവും അപകടകരമായ മുന്നറിയിപ്പ് ഇനിയും വരാനിരിക്കുന്നു. കാരണം തീരദേശ മേഖലകളെക്കുറിച്ച് വന്നിട്ടുള്ള അലർട്ട് മത്സ്യബന്ധന തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കേരള ലക്ഷദ്വീപ് തീരത്തും കർണാടക തീരത്തും കടൽ അതീവ പ്രക്ഷുബ്ധമായിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത കുറേ ദിവസത്തേക്ക് ഇവിടെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഇത് കാരണം മത്സ്യബന്ധന തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കാരണം കടൽ തിരമാലകൾ അപകടകരമായ രൂപം കൈക്കൊണ്ടേക്കാം. ചെറിയ വള്ളുകളും പ്രാദേശിക മത്സ്യബന്ധന ബോട്ടുകളും തീരത്ത് നിർത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും കടലുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വിവരം ഉടൻ തന്നെ അവരിലേക്ക് എത്തിക്കുക. കാരണം കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇത്തവണ ഒട്ടും സാധാരണമൊന്നല്ല. ഇതിനു പുറമെ ഉരുൾപൊട്ടലിനെക്കുറിച്ചും ഗൗരവമായ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം മലയാരി പ്രദേശങ്ങളിൽ മണ്ണ് ദുർബലമായേക്കാം. പ്രത്യേകിച്ച് വയനാട്, ഇടുക്കി, കണ്ണൂർ, കോഴിക്കോട് എന്നീ ഉയർന്ന പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീഷണി വർദ്ധിച്ചിരിക്കുന്നു. മുൻപ് ഉരുൾപൊട്ടലോ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കമോ ഉണ്ടായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രാദേശിക ഉദ്യോഗസ്ഥരുമായി ബന്ധം പുലർത്തണമെന്ന് ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. നദികളുടെയും ജലാശയങ്ങളുടെയും തീരത്ത് താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ സമയത്ത് യാതൊരു കാരണവശാലും പുഴ മുറിക്കടക്കാനോ കുളിക്കാനോ മീൻ പിടിക്കാനോ അല്ലെങ്കിൽ വെള്ളച്ചാട്ടങ്ങൾക്കടുത്തേക്കോ പോകാനോ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, മലകൾ ഇടിയുമ്പോൾ കേവലം നിമിഷങ്ങൾക്കുള്ളിൽ പ്രദേശം മുഴുവൻ മാറുന്നു. അതുകൊണ്ടുതന്നെ ഓരോ ചെറിയ മുന്നറിയിപ്പും ഗൗരവമായി എടുക്കണമെന്ന് ഭരണകൂടം പറയുന്നു. ദക്ഷിണേന്ത്യയുടെ ബാക്കി ഭാഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ആഘാതം കേരളത്തിൽ മാത്രം ഒതുങ്ങില്ല. കാലാവസ്ഥാ ഏജൻസി സൂചിപ്പിച്ചിട്ടുണ്ട്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, തീരദേശ കർണാടകം, തെലങ്കാന, രായലസീമ, ആന്ധ്രാപ്രദേശ് എന്നിവയുടെ പല ഭാഗങ്ങളിലും അടുത്ത കുറേ ദിവസത്തേക്ക് വ്യാപകമായ മഴ തുടരാമെന്ന്. പലയിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. തീരദേശ കർണാടകത്തിലും ദക്ഷിണ കർണാടകത്തിലും കനത്തത് മുതൽ അതിശക്തമായ മഴയുടെ പ്രവചനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ദക്ഷിണേന്ത്യ മുഴുവൻ ഒരു വലിയ കാലാവസ്ഥ സംവിധാനത്തിന്റെ സ്വാധീനത്തിലാണെന്ന് കാണപ്പെടുന്നു. നിങ്ങൾക്ക് ഇതുപോലെ കൃത്യമായ കാലാവസ്ഥാ അപ്ഡേറ്റുകൾ തുടർച്ചയായി വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് തീർച്ചയായും ചെയ്യുക. കാരണം കാലാവസ്ഥയുടെ അടുത്ത നീക്കം പല സംസ്ഥാനങ്ങളുടെയും ചിത്രം മാറ്റിയേക്കാം. നിലവിൽ നിഗമനമിതാണ്: കേരളത്തിൽ കാലാവസ്ഥ ഇപ്പോൾ പൂർണ്ണ ശക്തിയോടെ സജീവമായിരിക്കുന്നു. കനത്ത മഴ, ശക്തമായ കാറ്റ്, ഇടിമിന്നൽ, കടൽക്ഷോഭ സാഹചര്യങ്ങൾ, ഉരുൾപൊട്ടൽ ഭീഷണി, വെള്ളക്കെട്ട് ഇവയെല്ലാം ഒരേ സമയം കാണാൻ സാധിക്കും. ഭരണകൂടം അലർട്ട് മോഡിലാണ്. എന്നാൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ജാഗ്രതയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനു മുൻപ് പ്രാദേശിക കാലാവസ്ഥാ അപ്ഡേറ്റുകൾ തീർച്ചയായും കാണുക. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. കുട്ടികളെ തുറന്ന സ്ഥലങ്ങളിലോ മരങ്ങൾക്കടിയിലോ പോകാൻ അനുവദിക്കരുത്. കാരണം ആകാശത്ത് രൂപപ്പെടുന്ന ഈ മാറ്റങ്ങൾ വെറും മഴ മാത്രമല്ല, മറിച്ച് നടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിന്റെ ചിത്രം മാറ്റാൻ കഴിയുന്ന പ്രകൃതിയുടെ രൂപമാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ഇതിൽ പതിഞ്ഞിരിക്കുന്നോ? എന്തായാലും ഈ കാലാവസ്ഥ ഇനി എത്രത്തോളം ഭയാനകമായ രൂപം കൈക്കൊള്ളാൻ പോകുന്നു എന്ന്